നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു. ഏകരക്ഷകൻ യേശുവിനാൽ. ലോകരക്ഷകൻ യേശുവിനാൽ. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാം. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. വിശുദ്ധ വേദോത്സവം നമ്മോട് മുഴുവനായി വിളിച്ചു പറയുന്നൊരു ദൂത് ദൈവം സ്നേഹമാകുന്നുവെന്നും നമ്മെ ദൈവം സ്നേഹിച്ച് തൻ്റെ ഓമന പുത്രനെ പാപികളായിരുന്ന നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ച് യേശു ക്രിസ്തുവിൻ്റെ അവസാന തുള്ളി രക്തത്തിലൂടെ അപ്പം നമുക്ക് പാപമോചനം തന്നു. നമ്മളത് വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കും. നമ്മൾ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായി തീരുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും സ്വർഗീയ ഭവനത്തിന് അവകാശികളായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ 15-16 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതെ ഇരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. ഇവിടെ ഒരു വലിയൊരു വാഗ്ദത്തമാണ്, വലിയൊരു കാര്യമാണ് ഇവിടെ പറയുക. എന്താണ് പറയുന്നത്? സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ പറ്റുമോ? നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഏറ്റവും വലിയ സ്നേഹമാണ് അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റാത്ത ആ സ്നേഹം. ദൈവസ്നേഹം കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഏറ്റവും വലിയ സ്നേഹമാണ്. അമ്മ മറക്കൂ. എന്നിട്ട് ചോദ്യമാണ്, എന്നിട്ട് പറയാം, താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതെ ഇരിക്കൂ. എല്ലാ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ, മക്കളോട് കരുണ തോന്നാതിരിക്കുക. തൻ്റെ മക്കളോട് തീർച്ചയായിട്ടും തോന്നുമെന്നതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയണം, അവർ ഇനി മറന്നു കളഞ്ഞാലും. ഈ അമ്മ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ എന്നെയും നിങ്ങളെയും മറന്ന് കളഞ്ഞാലും കർത്താവ് പറയാ, ഞാൻ നിന്നെ മറക്കുകയില്ല. നിങ്ങളിന്ന് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ
നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിലാണ്. അപ്പോൾ തന്നെ വിശുദ്ധ വേദോത്സവം പറയുന്ന അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളായി തീരാൻ ദൈവം അവന് അധികാരം കൊടുക്കുകയാണ്. എന്നിട്ട് രക്തത്തിൽ നിന്നല്ല, ജഡത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താൽ ദൈവത്തിൽ നിന്ന് ജനിച്ച് നമ്മൾ ദൈവമക്കളായി മാറും. അവരെക്കുറിച്ചാണ് ഈ വചനം പറയുന്നത്. നമ്മൾ മക്കളാണ്. ഭൂമിയിലുള്ള മാതാവ് നമ്മളെ മറന്നു കളഞ്ഞാൽ, ഒരുപക്ഷെ മറക്കുകയില്ല, മറന്നു കളഞ്ഞാൽ പോലും യേശു ക്രിസ്തു മുഖാന്തരം ദൈവമകനും മകളുമായി തീർന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവം ഒരിക്കലും മറന്ന് കളയത്തില്ല. ഇങ്ങനെ വലിയ ഭാരത്തോടെ, ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള വിഷയത്തോടെ, വലിയ വേദനയോടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് ഈ സമയത്ത് ഞാൻ ധൈര്യത്തോടെ പറയാം, ആരൊക്കെ മറന്നാലും, ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ ഒക്കെ മറന്നു കളഞ്ഞാൽ, അമ്മ മറന്നാൽ, രക്തബന്ധത്തിലുള്ളവരും സ്നേഹിതരായിട്ടുള്ളവരൊക്കെ മറന്നു കളഞ്ഞാൽ, നിങ്ങൾക്കും എനിക്കും വേണ്ടി കാൽവറിയിൽ അവസാനതുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് മരിച്ച്, നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും മറന്നു കളയുന്നില്ല. പ്രാർത്ഥിക്കുന്നു. പിതാവെ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ഇന്ന് കൃപാസന മുൻപാകെ വരിക. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. കർത്താവേ, ആ വാഗ്ദത്തത്തിനായി സ്തോത്രം. അതുമാത്രമല്ല, കർത്താവിൻ്റെ ഉള്ളം കയ്യിൽ ഞങ്ങളെ വരച്ചിരിക്കുന്നു എന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഏത് പ്രതികൂല സാഹചര്യത്തിലും, വലിയ വിഷയത്തിൻ്റെ മുഖത്തും, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവേ, വചനം അവിടുന്ന് അയച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നിന്നെ മറക്കത്തില്ലെന്നും ഞാൻ എന്നെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നു വലിയൊരു ഉറപ്പും ധൈര്യവും ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ലഭ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ.